ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കേട്ടിട്ടും സീറ്റിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് കേട്ടിട്ടിൻ്റെ ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീറ്റിൻ്റെ എക്സാം അല്ല, അതുകൊണ്ട് പിന്നെ അവർക്ക് റിവിഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത്തിരി ബിസി ആയിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കേട്ടിൻ്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, ഇഫക്റ്റീവ് ഇൻറ്ററാക്ഷൻ ഡെവലപ്സ് എമംഗ് ദ ലേണർ. A. Natural curiosity. B. Capacity for rote learning. Option C. Tendency for repetition. Option D. Tendency for imitation. Effective interaction develops among the learners. എപ്പോഴാണ് നാച്ചുറൽ ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോഴാണ് ഇഫക്റ്റീവായിട്ട് ഒരു ഇൻറ്ററാക്ഷൻ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കാം. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ? വാട്ട് വി ലേൺ. ഓപ്ഷൻ എ, വിത്ത് പ്ലഷർ വി നെവർ ഫോർഗെറ്റ്. Through repetition will last long. Option C, out of fear will last long. Of compulsion will last long. അപ്പോൾ എപ്പോഴാണ് വാട്ട് വി ലേൺ എങ്ങനെ പറയാം? വാട്ട് വി ലേൺ വിത്ത് പ്ലഷർ വി നെവർ ഫോർഗെറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ലേണിംഗ് എന്ന് പറയുന്നതിലൂടെ ഒരു പ്ലഷർ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് ആവുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, അപ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യം മറക്കാതിരിക്കുന്നതും അല്ലേ. സോ വാട്ട് വി ലേൺ വിത്ത് പ്ലഷർ വി നെവർ ഫോർഗെറ്റ്. ഓക്കെ അല്ലേ. ഫിയർ, കമ്പൽഷൻ, റിപ്പീറ്റേഷൻ ഒന്നും അല്ല, വിത്ത് പ്ലഷർ വി നെവർ ഫോർഗെറ്റ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ ലേണേഴ്സ് ലേൺസ് ബോത്ത് ഫ്രം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസസ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, ഓപ്ഷൻസ് നോക്കാം. കൺഫ്യൂസിങ്, ട്രൂ, ഫോൾസ്, പാർഷ്യലി ട്രൂ. എ ലേണർ ലേൺസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ്. ഓഫ് കോഴ്സ് എന്താണ്, പോസിറ്റീവ് എക്സ്പീരിയൻസും ഉണ്ടാവും, നെഗറ്റീവ് എക്സ്പീരിയൻസും ഉണ്ടാവും അല്ലേ. സോ ഇതെന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ് അല്ലേ. അപ്പോൾ ട്രൂ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് മോർ ഫ്രീഡം ഫോർ ദ ലേണേഴ്സ് ടു ഇൻറ്ററാക്ട്. ഓപ്ഷൻസ് നോക്കാം. സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ. B. Classes taken using film projector. Option C. Learning by viewing TV program. Option D. Attending lectures by experts. Which of the following provides more freedom? അല്ലേ, ഫ്രീഡം എപ്പോഴാണ്? ഓപ്ഷൻ എ ആ വരുന്നത് അല്ലേ. സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ആയിരിക്കും അവർക്ക് കുറച്ച് ഫ്രീഡം കിട്ടുന്നതും, അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ആവുന്നതും, അതേപോലെ തന്നെ അവർ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതും ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, small group discussion. Next one, students learn more when, option A, taught in a group, individual attention is given. Option C, supplementary materials are given. Option D, forced to memorize the subject. എപ്പോഴാണ് സ്റ്റുഡൻസ് ലേൺ മോർ വെൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈസ് ഗിവൺ അല്ലേ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റുഡൻസ് ലേൺ മോർ, individual attention is given. Next one, learning will be most effective if the teacher has detailed planning of a unit. The teacher fixes high target. Pupils are given co-curricular activities. Then pupils involved in goal-oriented experiences. എപ്പോഴായിരിക്കും ലേണിംഗ് വിൽ ബി മോസ്റ്റ് ഇഫക്റ്റീവ്? തന്ന ഓപ്ഷനിൽ നോക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സിൽ ഇൻവോൾവ് ആകുമ്പോഴാണ്. പീപ്പിൾ ഇൻവോൾവ് ഇൻ ഗോൾ ഓറിയൻറ്റഡ് എക്സ്പീരിയൻസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഡു യു കൺസിഡർ മോസ്റ്റ് ഇഫക്റ്റീവ് ഫോർ ഡെവലപ്പിംഗ് എ സ്ട്രോങ് ഹേറ്റഡ് ടുവേർഡ്സ് വാർ? ഓപ്ഷൻ എ, അറേഞ്ചിങ് എ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അബൌട്ട് അട്രോസിറ്റീസ് ഓഫ് വാർ. ഓപ്ഷൻ ബി, കണ്ടക്ടിങ് എ ലിറ്റററി കോമ്പറ്റീഷൻ ഓൺ അട്രോസിറ്റീസ് ഓഫ് വാർ. Option C, enabling pupils to empathize with the sufferers of atrocities of war. Option D, organizing a seminar on world peace. അപ്പോൾ ഏത് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ഡെവലപ്പിംഗ് എ സ്ട്രോങ് ഹേറ്റഡ് ടുവേർഡ്സ് വാർ? ഓപ്ഷൻ ഏതായിരിക്കും? സി ആണ് അല്ലേ. ഇനേബിളിംഗ് പീപ്പിൾ ടു എംപത്തൈസ് വിത്ത് ദ സഫറേഴ്സ് ഓഫ് അട്രോസിറ്റീസ് ഓഫ് വാർ. അപ്പോൾ വാറിനെ കുറിച്ച് ഒരു
സ്ട്രോങ് ആയ ഒരു ഹേറ്റേഡ്നെസ് ആണ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ വാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു ധാരണ, അതിന് കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്തൊക്കെ സഫറിങ്സ് ആണ് അവർക്ക് അവിടുത്തെ വാർ കഴിഞ്ഞ ശേഷം ഫേസ് ചെയ്യേണ്ടി വരുന്ന അവിടുത്തെ ജനങ്ങൾക്ക് എന്നുള്ള കാര്യം അവർക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, അതിനെക്കുറിച്ചൊരു എതിർപ്പ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വാറിനെക്കുറിച്ച് ഒരു ഹേറ്റേഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് ഇനേബിളിംഗ് പീപ്പിൾ ടു എംപത്തൈസ് വിത്ത് ദ സഫറേഴ്സ് ഓഫ് അട്രോസിറ്റീസ് ഓഫ് വാർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. സ്റ്റുഡൻസ് വിൽ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ ദി ലെസൺ. The teacher is friendly with them. They can assimilate the learning material. It is taught using audiovisual aids. They are told that it is important for further learning. Students will become more interested in the lesson. എപ്പോഴായിരിക്കും? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ദേ ക്യാൻ അസിമുലേറ്റ് ദ ലേണിംഗ് മെറ്റീരിയൽ ആണ്. അപ്പോൾ അസിമുലേറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇത് നമ്മുടെ പിയാഷയുടെ തിയറിയുമായി കണക്ട് ചെയ്യുന്ന വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുട്ടികൾക്ക് പഴയ കാര്യം കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് അവർക്കൊരു ഇൻട്രസ്റ്റ് ആക്ച്വലി ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അല്ലേന്ന് തോന്നാം, പക്ഷേ അതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ഏതാണ്? ദേ ക്യാൻ അസിമുലേറ്റ് ദ ലേണിംഗ് മെറ്റീരിയൽ. അപ്പോൾ ലേണിംഗ് മെറ്റീരിയലിനെ ഒരു പ്രീവിയസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ദേ ക്യാൻ അസിമുലേറ്റ് ദ ലേണിംഗ് മെറ്റീരിയൽ. നെക്സ്റ്റ് നോക്കാം. ദി മോസ്റ്റ് പവർഫുൾ ടൂൾ ഇൻ ദി പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ഓഫ് സൊസൈറ്റി ഈസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. ദി മോസ്റ്റ് പവർഫുൾ ടൂൾ ഇൻ ദി പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ഓഫ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയുടെ മോഡേണൈസേഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആണ്. നെക്സ്റ്റ് വൺ. How will you practice democracy in the classroom? Providing equality of opportunity to people, giving freedom for people in educational choices, providing special programs for the disadvantaged group, all of the above. How will you practice democracy in the classroom? ക്ലാസ്റൂമിൽ എങ്ങനെയാണ് ഡെമോക്രസി നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? അപ്പോൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ മൂന്നും തന്നെ കറക്റ്റാണ് അല്ലേ. പ്രൊവൈഡിങ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു പീപ്പിൾ, അതും ഓക്കെയാണ്. ഗിവിംഗ് ഫ്രീഡം ഫോർ പീപ്പിൾ ഇൻ എഡ്യൂക്കേഷണൽ ചോയ്സസ്, ദാറ്റ് ഓൾസോ റൈറ്റ്. ദെൻ പ്രൊവൈഡിങ് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഫോർ ദി ഡിസ്അഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ്, അതും ഓക്കെയാണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓൾ ഓഫ് ദ എബോ എന്നുള്ളത് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റ് ആവും. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെഷൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, യൂസ്ഫുൾ ആയിട്ട് തോന്നുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സീറ്ററ്റിൻ്റെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സാം ബൂസ്റ്റർ സീരീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേറ്റിൻ്റെ ക്ലാസ്സസ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസം ഡിലേ ആയത്. അപ്പോൾ കേറ്റിന് ഇച്ചിരി കൂടെ സമയം ഉണ്ടല്ലോ. അപ്പോൾ സീറ്റിൻ്റെ കുട്ടികൾക്കാണ് കുറച്ച് റിവിഷനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ടൈം സീറ്ററ്റിലോട്ട് ഇപ്പോൾ അങ്ങോട്ട് കുറച്ച് ക്ലാസ്സസ് കൂടുതൽ ഇടുന്നത്. ഓക്കെ, അപ്പോൾ കീപ്പ് വാച്ചിങ്. നമ്മുടെ ക്ലാസ്സസ് കേറ്റിൻ്റെ ക്ലാസ്സസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.